ജയറാം വേറിട്ട വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഓസ്ലർ. പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു വിജയമാണ് ജയറാം ചിത്രം നേടുന്നത് എന്നാണ് റിപ്പോർട്ട്. സംവിധാനം മിഥുൻ മാനുവൽ തോമസ് ആണെന്നതും ചിത്രത്തിന്റെ ആകർഷണമായിരുന്നു. ആഗോളതലത്തിൽ ഓസ്ലർ 25 കോടി രൂപ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. കേരള ബോക്സ് ഓഫീസിലും ഓസ്ലറിന്റെ കളക്ഷൻ അമ്പരപ്പിക്കുന്നതാണ്. ഞായറാഴ്ച മാത്രം ഓസ്ലർ 3.19 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും പ്രതീക്ഷകൾ ശരിവെക്കുന്ന ഒരു ചിത്രമായിരിക്കുകയാണ് ഓസ്ലർ. കേരളത്തിൽ വമ്പൻ റിലീസുകളെത്തും വരെ ചിത്രത്തിന് സാധ്യതയുണ്ടെന്ന് ട്രേഡ് അനലിസ്റ്റുകളുടെ പ്രവചനം വിശ്വസിച്ചാൽ മോശമല്ലാത്ത ഒരു സംഖ്യയായിരിക്കും ആകെ കളക്ഷൻ എന്ന് കരുതാം. മമ്മൂട്ടിയുടെ നിർണായക അതിഥി വേഷവും ചിത്രത്തിന്റെ ഹൈപ്പിൽ പ്രകടമായിരുന്നു എന്ന് ഓസ്ലർ കാണാൻ കാത്തിരിക്കുന്ന ആരാധകർ മിക്കവരും അഭിപ്രായപ്പെടുന്നു. മികച്ച ഇൻട്രോയാണ് മമ്മൂട്ടിക്ക് ജയറാം ചിത്രത്തിൽ ലഭിച്ചത് എന്ന് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം ലഭിച്ചതിന് പിന്നാലെ കളക്ഷനിലും മുന്നേറ്റം നടത്തുകയാണ് ഓസ്ലർ. ആദ്യ ദിനം ആഗോളതലത്തിൽ ജയറാം ചിത്രം നേടിയ കളക്ഷൻ 6 കോടിയോളം വരുമെന്നാണ് പുറത്തുവന്ന കണക്ക്. കേരളത്തിനൊപ്പം GCCയിലും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. റിലീസ് ദിനത്തിൽ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ 2.8 കോടി കളക്ഷൻ നേടിയ ഓസ്ലർ വെള്ളിയാഴ്ച രണ്ടാം ദിനത്തിൽ 2.15 കോടിയാണ് നേടിയത്. എന്നാൽ ശനിയാഴ്ച ചിത്രം 2.60 കോടിയാണ് ആഭ്യന്തര ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ചിത്രം സ്ഥിരത നിലനിർത്തുന്നു എന്ന സൂചനയാണ് ഇത്. ജയറാമിനൊപ്പം മമ്മൂട്ടി, അനശ്വര, ജഗദീഷ്, അർജുൻ അശോകൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളും അണിനിരന്നു. മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ഓസ്ലർ. കിങ് ഓഫ് കൊത്ത, നേര്, കണ്ണൂർ സ്ക്വാഡ്, വോയിസ് ഓഫ് സത്യനാഥൻ എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് സിനിമകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.